നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മകൻ അച്ഛനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മകൻ അറസ്റ്റിൽ. ഹിജാബ് വിവാദത്തിൽ തൃശൂരിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കെ സുരേന്ദ്രൻ. ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 ദിവസങ്ങളിൽ പുതുക്കാട് നടക്കും. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് നമ്പൂതിരിക്ക് പുതുക്കാട് MLA ആശംസയറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ED പ്രസാദ് നമ്പൂതിരിയെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആദരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. അച്ഛനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മകൻ അറസ്റ്റിൽ. മേത്തല ഈസ്റ്റ് അരക്കുളം സ്വദേശിയായ മഠത്തിപ്പറമ്പിൽ വീട്ടിൽ രവീന്ദ്രനും പ്രതിയും താമസിച്ചു വരുന്ന ഈസ്റ്റ് അരാക്കുളത്തുള്ള വീട്ടിൽ വെച്ച് പ്രതിയോട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ കത്തികൊണ്ട് രവീന്ദ്രനെ മുതുകിന് കുത്തി പരിക്കേൽപ്പിച്ച മേത്തല ഈസ്റ്റ് അരക്കുളം സ്വദേശിയായ മഠത്തിപ്പറമ്പിൽ വീട്ടിൽ വിനേഷ് കുമാറിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വിനേഷ് കുമാർ ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസുകളിലും അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച ഒരു കേസിലും പ്രതിയാണ്. പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ തൃശൂരിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ BJP നേതാവ് കെ സുരേന്ദ്രൻ. മന്ത്രി കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിഫോം നിശ്ചയിക്കാൻ അധികാരമുണ്ട്. ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ്. നിഷ്കളങ്കമായ താൽപര്യങ്ങളല്ല അതിനു പിന്നിലുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനു മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് MPമാരും വിദ്യാഭ്യാസ മന്ത്രിയും പരസ്യമായി മുട്ടുമടക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം, കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താൽപര്യങ്ങളല്ല. അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 ദിവസങ്ങളിൽ പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെയിന്റ് സേവിയേഴ്സ് UP സ്കൂൾ, സെയിന്റ് ആന്റണീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം എന്നീ വിഭാഗങ്ങളിലായി LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഏകദേശം 7000-ഓളം വിദ്യാർത്ഥികൾ 11 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. കലോത്സവം പരിസ്ഥിതി സൌഹാർദ്ദമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാനും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ KM ബാബുരാജ്, ജനറൽ കൺവീനറും സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ടോബി തോമസ്, ട്രഷറർ ഇരിങ്ങാലക്കുട AEO MS രാജീവ്, വികസന സമിതി കൺവീനർ ഡോക്ടർ AV രാജേഷ്, പബ്ലിസിറ്റി കൺവീനർ പുതുക്കാട് പഞ്ചായത്ത് അംഗം സിബി കൊടിയൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ CB ശ്രീലേഖ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി ഇന്ദുജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് തിരുമേനിയെ ക്ഷേത്രത്തിലെത്തി KK രാമചന്ദ്രൻ MLA ആശംസയറിയിച്ചു. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുത്ത പുതുക്കാട് മണ്ഡലത്തിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാസുപുരം നിവാസിയും നിലവിൽ ആറേശ്വരം മേൽശാന്തിയുമായ പ്രസാദ് തിരുമേനിയെ ക്ഷേത്രത്തിലെത്തി KK രാമചന്ദ്രൻ MLA ആശംസയറിയിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MR രഞ്ജിത്ത്, ലോക്കൽ സെക്രട്ടറി CV രവി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. നീതി ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി.
ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ, ഫാദർ ക്രിസ്റ്റി ചിറ്റേക്കര, കൺവീനർമാരായ വിൻസൻ മേച്ചേരി, ഡേവിസ് തെക്കിനിയത്ത് എന്നിവർ ചേർന്ന് ജാഥ സ്വീകരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ, രൂപത ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രകാരൻ, പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, ടെൽസൺ കോട്ടോളി, ആന്റണി തൊമ്മാന, സുനിൽ ഡേവിഡ്, ജോബി ആളുകാരൻ, ജോൺ തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ED പ്രസാദ് നമ്പൂതിരിയെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആദരിച്ചു. ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തിയാണ് ആദരിച്ചത്. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറി ചന്ദ്രനന്ദൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, ഷാഫി കല്ലൂപ്പറമ്പിൽ, സജീവൻ KR, ജോൺ വട്ടക്കാവിൽ, ഷാജു പൂക്കാടൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 175 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മകൻ അച്ഛനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മകൻ അറസ്റ്റിൽ. ഹിജാബ് വിവാദത്തിൽ തൃശൂരിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കെ സുരേന്ദ്രൻ. ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 ദിവസങ്ങളിൽ പുതുക്കാട് നടക്കും. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് നമ്പൂതിരിക്ക് പുതുക്കാട് MLA ആശംസയറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ED പ്രസാദ് നമ്പൂതിരിയെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആദരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.